സമയത്ത് ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇന്നൊരു 6 കിലോമീറ്റർ. കുറച്ച് സമയം ഇന്ന് റെസ്റ്റാണ്. എനിക്കും കിട്ടിയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. വേണ്ട, ഇതാണെങ്കിൽ പുലിയുടെ കാൽപ്പാടാണെന്ന് പറയാം. നമ്മൾ വാൾപേപ്പർ കാണും പോലെ ഉണ്ടല്ലേ. ഓക്കെ, നമ്മളെത്തിയിട്ടുണ്ട്. അയ്യോ എത്തിയില്ല, ഇനിയുണ്ട്. ഇങ്ങനെ പോട്ടാ, ഇത് വരുന്നു ചേർക്കെ. നൈസാണ്, കുഴപ്പമില്ല. ഹായ്, ട്രാവൽ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രാവിലെ സമയങ്ങളിൽ അഗസ്ത്യാർകൂടം ഇവിടെ കാണാൻ പറ്റും ചില സമയത്ത് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചുകൂടെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 10-ാം തീയതിയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഓൺലൈന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ വട്ടിയൂർക്കാവ് PTP നഗറിലെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ എന്താകും എന്നറിയില്ല. എന്തായിരുന്നാലും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്ന PTP നഗറിലേക്കാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ വേറെ സ്ഥലം ഇവിടെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇത് കരമനയാറാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ, എൻ്റെ നാട്ടിൽ വരുമ്പോൾ കൂവക്കുടി എന്ന് പറയുന്നത്, അതായത് വെള്ളനാട് നെടുമങ്ങാട് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴി കരമനയാറ് ഇങ്ങനെ ഒഴുകി പോവാണ്. ഇവിടെ കൂവക്കുടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം നമ്മുടെ അഗസ്ത്യാർകൂടത്തു നിന്നാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. തൊട്ട് മുന്നേ നമ്മൾ നിന്നില്ല, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാലും രാവിലെ, അല്ലെങ്കിൽ ഇവിടെ നിന്നാലും രാവിലെ നമ്മൾ അഗസ്ത്യാർകൂടം കാണാൻ പറ്റുമെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു മലനിര. ഞാൻ മാപ്പിൽ ഔട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് ഇവിടെ നിന്ന് കാണുന്നത് അഗസ്ത്യാർകൂടം തന്നെയാണെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യും. നല്ല ലെങ്ത് ഉണ്ടാകുന്ന ഒരു വീഡിയോ. കാരണം പോകാൻ പറ്റാത്തവരും കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ എന്താണ് ഇതിലുള്ള കറക്റ്റ് അനുഭവം എന്നുള്ളത് എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും 10 മണിക്ക് PTP നഗറിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും പറയാം. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൺലൈനിൽ 2 വട്ടം, ഇപ്രാവശ്യം തന്നെ, കഴിഞ്ഞ പ്രാവശ്യം നോക്കിയില്ല, ഇപ്രാവശ്യം തന്നെ 2 വട്ടം ശ്രമിച്ചതിന് ശേഷം ഓഫ്ലൈനായിട്ട് നമുക്ക് PTP നഗർന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നതും അതിനുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. പിന്നെ അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു പോകുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ടിക്കറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആകുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ടിക്കറ്റ് ഫുള്ളും സെയിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ എപ്പോഴും എന്നും ഓർമ്മിക്കാൻ കണക്കിനുള്ളൊരു വീഡിയോ തന്നെ നമ്മൾ എടുക്കും. നാളെ ആണ്, അപ്പോൾ ഇന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. നാളെ രാവിലെയാണ് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെ പോകണം. 7 മണിക്ക് പിക്കറ്റ് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കുക. അതിനുശേഷം നാളെ നമുക്ക് അഗസ്ത്യാർകൂടം പോകുന്ന കാഴ്ച ഫുള്ള് കാണാം. ഇതും കരമനയാറാണ് കേട്ടോ, അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭവമൊക്കെ അവിടെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായിരുന്നാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്, കാണുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് അഗസ്ത്യാർകൂടം ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ വെച്ച് കാണാം. അപ്പോൾ രാവിലെ 6 മണി 11-ാം തീയതി. അപ്പോൾ നമ്മുടെ കുറേ നാളുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ഇന്ന് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. 6 മണിയായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അത്യാവശ്യം ഫുഡും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ക്യാമറയും സെറ്റപ്പും എല്ലാം ആയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ഇന്നലെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഒരാൾ തിരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരു സുഹൃത്ത് തിരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങോട്ട് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം. ഇനി ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന് ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഓക്കെ, ഏതെങ്കിലും പ്ലാസ്റ്റിക് മാറ്റാൻ പറയണമെങ്കിൽ പെട്ടെന്ന്
ഇത് വെച്ചേക്കാം. പോണേ ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്ന സ്പോട്ട്. ഇതാ ഇപ്പോൾ രാവിലെ വെളുപ്പിന് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും തോന്നുന്നത്. കാണുന്ന ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി മൂന്നാമത്തെ ലെയർ മലനിരകൾ കാണാൻ പറ്റും. അഗസ്ത്യാർ കൂടാന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഏത് ഭാഗമാണ് ഈ കാണുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഏരിയയിൽ നിന്ന് അഗസ്ത്യാർ കൂടെ കാണാൻ പറ്റുന്നത് ഈ സ്ഥലമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ തൊട്ട് താഴെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ 6:20 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ പോയിട്ട് 7 മണിക്ക് അവിടെ എത്തണമെന്നാണ് പറയുന്നത്. രാവിലെ ആയിട്ട് തിരക്ക് കാണത്തില്ല. എന്തായാലും നമുക്ക് വിട്ട് പോവാം കേട്ടോ. ഓക്കെ, നമ്മൾ വിതുര ജംഗ്ഷൻ എത്തി. രക്ഷയില്ല, നല്ല തണുപ്പാണ്. 7 മണിക്കാണ് അവിടെ എത്താനുള്ളത്. സ്പീഡായിട്ട് പോയാൽ 7:30 ആകുമ്പോൾ എത്തത്തുള്ളൂ. ഇവിടെ നിന്ന് അഗസ്ത്യാർ കൂടെ 46 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങോട്ടാണ് സ്ഥലത്തേക്കാണ് നമുക്ക് ഓണക്കാട് പോകാനുള്ളത്. നേരെ പോകുന്നത് പൊന്മുടിയാണ്. ഓണക്കാട് ബസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അതിൽ ആരെങ്കിലും കാണുമെന്ന് അറിയില്ല. രാവിലെ ഒരു 5 മണിക്കൊക്കെ ഇതായിരിക്കും, ഈ ബസ്സായിരിക്കും 5 മണിക്ക് അങ്ങോട്ട് പോകുന്നത്. ആ ബസ് തിരിച്ചു വന്നേ. അപ്പോൾ ഓണക്കാടത്തേക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പിന്നെയും കുറച്ച് ദൂരോടെ എത്തും. ഓക്കെ, കാറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും രാവിലെ നല്ല തണുപ്പാണ്. ഒരു രക്ഷയില്ല. ഈ കാട്ടിനകത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഇതുവഴി പോകുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. രാവിലെ കുളിക്കുകയോടെ ചെയ്തുകൊണ്ട് തണുപ്പിൻ്റെ കാടിന് കുറച്ചുകൂടെ കൂടെയാണ്. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞാണ് ജേഴ്സി ഫാം എന്ന് പറയുന്ന സ്ഥലം. തൊട്ട് മുന്നേ ഐഷർ നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ക കാടിൻ്റെ ഒരു ഫീൽഡിലേക്ക് പോവുകയാണ്. ഈ ജേഴ്സി ഫാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാടിൻ്റെ ഫീലാണ് തോന്നുന്നു. ബാക്കിയുള്ള ആൾക്കാരെല്ലാം മുന്നേ പോയി കാണണം. വേറെ ആരെയും നമ്മൾ റൂട്ടിൽ കണ്ടില്ല. ഇപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്താൻ പറഞ്ഞ സമയം രാവിലെ കുറച്ചൊന്ന് ഡിലേ ആയി. പോകുന്ന വഴിക്ക് അനിമൽസ് എന്തെങ്കിലുമൊക്കെ, ചില അനിമൽസ് ഇല്ല, ചിലപ്പോൾ മയില് കാണാറുണ്ട് നമ്മളിവിടെ വരുമ്പോൾ. ബോണക്കാട് നമ്മൾ ടീ ഫാക്ടറിയിൽ മുന്നേ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ മയില്, കുരങ്ങനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പെട്ടെന്ന് എത്താം. എന്നിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടി വരും. ട്രക്കിങ്ങിന് വേണ്ടി ട്രക്കിങ്ങിന് സമയമാവുന്നേ ഉള്ളൂ. പോയെ ഓക്കെ. അപ്പോൾ
അവിടെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് നമ്മളെ പാസ് ഇത്തരം കാണിക്കുക, അവിടെ ഒന്ന് എഴുതുക. എഴുതിയതിന് ശേഷം ഇങ്ങോട്ട് അതായത് പൊതു ജനങ്ങൾക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് പ്രവേശനം കാണാൻ സാധ്യത കുറവാണ്. നമ്മൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. നമ്മളെ കൂടെ വരുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. കാര്യം നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരല്ല, ഓൺലൈൻ ബുക്ക് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം പക്ക ആ ട്രക്കിങ്ങിൻ്റെ ഒരു ഇത് തന്നെയാണ്. എന്താണ്, മിലിറ്ററി വേഷങ്ങളും കാടിനകത്ത് പോകുന്നില്ലേ, അതേ സംഭവം. ഞാനും ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഒരു മിലിറ്ററി പാൻറ്റുണ്ട്, മിലിറ്ററി ബനിയൻ അല്ലെങ്കിൽ ഒരു ഷർട്ട്, ടീഷർട്ട്, അതൊക്കെ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മളെ രണ്ടാമത്തെ ടിക്കറ്റ് ബുക്കിങ്ങിനും നടന്നില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന് പെട്ടെന്ന് നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒതുങ്ങിയ ടൈമിന് പെട്ടെന്നാണ് കയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചടപടെ അങ്ങ് നടന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും നടന്നില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവൻ ഏറ്റവും നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കും ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നു. എന്താണ്, പവർ ബാങ്ക്, ക്യാമറയിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ടിട്ട് വരാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി തന്നെ നമ്മൾ 2 പവർ ബാങ്ക്, ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു, ഒരെണ്ണം നമ്മുടെ ഒരു ചേട്ടൻ തന്നെ ഭീമ ഷോപ്പിലെ ചേട്ടൻ തന്നെ നന്നാക്കി തന്നു, ഒരെണ്ണം വാങ്ങി. അങ്ങനെ 2 പവർ, അതായത് ടോട്ടൽ 3 ക്യാമറയുണ്ട്. നല്ല വിഷ്വൽസ്. ഇത് കഴിഞ്ഞിട്ട് ക്യാൻഡിഡായിട്ട് എടുക്കുന്ന കുറച്ച് വീഡിയോ വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കണം എന്നുണ്ട്. യാത്രയുടേത് എന്തായിരുന്നാലും പാർട്ടായിട്ടായിരിക്കും വരിക. 3 ദിവസം ഉണ്ടല്ലോ. വഴിയിലൊക്കെ ഇപ്പോഴേ ആനപ്പിണ്ടം കാണുന്നുണ്ട്, വേറെ വണ്ടികളൊന്നും കാണുന്നില്ല. എനിക്ക് സത്യത്തിൽ കാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളിലൊക്കെ പേടി ഉള്ള കൂട്ടത്തിലാണ്. ഞാനും ഇത് കുറച്ചുകൂടെ വെളുത്തിട്ട് വരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. വന്യമൃഗങ്ങളാണ്. നമ്മൾ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെ, പക്ഷേ അല്ലാണ്ടുള്ളവർക്ക് വന്യമൃഗങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പോയി ചാടിയിട്ട് എന്തെങ്കിലും അപകടങ്ങൾ വരുത്തി വെക്കുന്നത് സ്വന്തം വിളിച്ച് വരുത്തുന്ന പോലെയാണ്, സ്വന്തമായിട്ട് അപകടം വിളിച്ച് വരുത്തുന്ന പോലെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ യാത്രയിലും തന്നെ ഞാനും മൃഗങ്ങളൊന്നും കണ്ടില്ലേലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ധാരണ. കൂടുതൽ ആൾക്കാർക്കും കാണണമെന്നായിരിക്കും, എന്നാലും വന്യമൃഗങ്ങളാണ്, അത് കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ്. നമ്മൾ വളർത്തു മൃഗങ്ങളെ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് ആക്രമണ സ്വഭാവങ്ങൾ കാണും. ഈ ട്രക്കിങ്ങിൽ പറയുന്നുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ വഴിയെ പോകുമ്പോൾ സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആപത്തും ആർക്കും വരുത്തരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമുക്ക് ഈ യാത്രയിലുള്ളൂ. അപ്പോൾ 3 ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇനി അവിടെ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നില്ലേ, അപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ അറിയത്തില്ല, എത്രത്തോളം പവർ കിട്ടുമെന്ന് നോക്കാം. എന്തായിരുന്നാലും ടോട്ടൽ 3 ക്യാമുണ്ട്. മാക്സിമം ഞാൻ നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിക്കും. മുന്നോട്ട് പോകട്ടെ, സമയം പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ നല്ലൊരു ആംബിയൻസാണ് ഉള്ളത്. നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു നമ്മൾ വന്നുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു ഗന്ധം തന്നെ മാറിയിട്ടുണ്ട്. ഈ ചെടികളും മരങ്ങളും ഒക്കെ ഇടകലർന്ന് ഇത്രയും ഞെരുക്കത്തിൽ നിൽക്കുന്നതുകൊണ്ടാവാം, പിന്നെ രാവിലെ ആയതുകൊണ്ടാവും നല്ലൊരു ഫ്രഷ് എയറിൻ്റെ ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും ആനപ്പിണ്ട കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മുന്നേ ഒരിക്കൽ വന്നപ്പോൾ ഞാനും രാഗി ഇപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ ഉള്ള ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ചെറിയൊരു വിഷമം, രാഹിയും കൊച്ചും കൂടെ ഇല്ല എന്നുള്ളതാണ്. അവർ വന്നിട്ടില്ല. എന്തായിരുന്നാലും അവർക്ക് യാത്ര ചെയ്യാൻ, ഇത്ര ദൂരം യാത്ര ചെയ്യാൻ എന്തായിരുന്നാലും ബുദ്ധിമുട്ടായിരിക്കും. അവരെ കൂട്ടിയിട്ടില്ല, വേറെ ആരുമില്ല. ഇന്നത്തെ യാത്രയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും അവിടെ പോയിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യം. അന്നൊരിക്കൽ വന്നപ്പോഴും ഇതുപോലെയാണ്. ഈറ അല്ലെങ്കിൽ ഈറ്റ എന്നൊക്കെ പറയുന്ന സംഭവം ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ അല്ലെങ്കിൽ അതുള്ള സ്ഥലത്തൊക്കെ ആന വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അന്ന് നമ്മൾ പോയപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസമൊക്കെ ആയ ആനപ്പിണ്ടങ്ങളായിരിക്കും, അല്ലാതെ ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടം വരെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകെ വച്ച് അതിൻ്റെ പുറകെ വരികയാണ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ആന ഇറങ്ങുന്ന സ്ഥലം ആണ് ഈ പോകുന്ന ഏരിയയൊക്കെ. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും ആനയും അതുപോലെ കൂടുതൽ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യത ഉള്ള സ്ഥലമായിരിക്കും. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ആയി, വേറൊന്നുമല്ല, വേറെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. 7 മണിക്ക് എത്താൻ പറഞ്ഞു, ആ കണക്കിനാണെങ്കിൽ താമസിച്ചു. അല്ല, ആൾക്കാർ ഇനി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വന്നിട്ട് ഒരുമിച്ചായിരിക്കും തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പയ്യെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഈ ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരുന്നാലും ഇവിടെ വന്നിട്ട് ഒരു വാക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു പതിവ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അഗസ്ത്യ മുനിയുടെ ഒരു പ്രതിമ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ചുറ്റും ആൾക്കാർ കല്ലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു കാണിക്ക വഞ്ചിയും വിളക്ക് കത്തിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ശാമ്പ്രാണിയുടെ കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെരുപ്പ്, മെതിയടി, പണ്ടത്തെ ചെരുപ്പാണോ എന്തായിരുന്നാലും പണ്ടത്തെ പോലത്തെ ഒന്നല്ല, രണ്ട് ചെരുപ്പുണ്ട്. പിന്നെ കാണിക്ക വഞ്ചിയുണ്ട്, വിളക്ക് കത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. എന്തായിരുന്നാലും നമുക്ക് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള വേറൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ട്രക്കിങ്ങിനായിട്ട്. ആർക്കും ഒരു ആരോഗ്യ പ്രശ്നമൊന്നും വരാതെ തിരിച്ചിറങ്ങാൻ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ ക്യാമറ ഓഫായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു കാട്ടുകോഴി ചാടിപ്പോയി. ക്യാമറ ഓണായിരുന്നെങ്കിൽ കിട്ടിയ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ചെടികൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാണും. ഇവിടെ തന്നെ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണാത്ത ഒരുപാട് സസ്യങ്ങൾ, അതായത് ഇലകൾ നമുക്ക് വെറൈറ്റി കാണാൻ പറ്റും. പോകുന്ന വഴിയിലുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പം ഇവിടെ നിർത്തിപ്പോയാൽ ഒരുപാട് സമയമെടുക്കും. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ വന്ന വഴിക്കുണ്ടായിരുന്നു, വെള്ളം കുറവാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ ട്രക്കിങ്ങിന് നമ്മളൊരു KSRTC ബസ് വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് മിക്കവാറും ആൾക്കാർ കാണും. ഒരുപാട് ആൾക്കാരുണ്ട്, ട്രക്കിങ്ങിനുള്ള ആൾക്കാർ മിക്കവാറും ഉണ്ടാവും. ഇന്നലെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ അവരെ കൊണ്ടുപോകായിരുന്നു അങ്ങോട്ട്. ഇനി അടുത്തൊരു സ്പോട്ടിൽ നിന്ന് പിന്നെ ഒരു 1-1.5 കിലോമീറ്റർ നടക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ കയറ്റി കൊണ്ടുപോകായിരുന്നു. സെറ്റല്ലേ വണ്ടി കൊണ്ട് മിക്കവാറും ട്രക്കിങ്ങിനുള്ള ആളായിരിക്കും. ആ ബസ്സാണെന്ന് അറിയത്തില്ല കേട്ടോ. 5 മണിക്കുള്ള വണ്ടി നേരത്തെ വരാനുള്ള സാധ്യത 5 ശരിയായിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും, അത് ആ വണ്ടി ആയിരിക്കും. 5 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു രാവിലെ, ഇറങ്ങി എന്നെ ബസ്സിൽ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി അറിഞ്ഞില്ല. പുള്ളി എൻ്റെ നമ്പർ ഇന്നലെ വാങ്ങിച്ചാൽ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടില്ല ബസ്സിൽ, മിസ്സായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ബാക്കിയുള്ളവർ എല്ലാവരും ഒരു മൈൻഡ് ആയിരിക്കത്തില്ല. ചിലർ കാട് കാണാൻ വേണ്ടി വന്നവരും പിന്നെ എന്നെ പോലുള്ളവരും എല്ലാവരും കാണും.
അങ്ങനെ ബോണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. മെയിനായിട്ട് അവിടെ ഒരു പള്ളിയാണ്. നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ടുള്ളതും ഇവിടുത്തെ ഡ്രോൺ വിഷ്വൽസൊക്കെ നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ദുഃഖവെള്ളി ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളായിട്ട്. പിന്നെ അപ്പുറത്താണ് നമ്മൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്താണ് ആ ഒരു മയിൽ ഇരിക്കുന്നതാണ്. കുറച്ചുകൂടെ അപ്പുറത്താണ് ടീ ഫാക്ടറി. ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇവിടെ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളാണോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകണോ ആണോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും പോസ്റ്റ് ഓഫീസ്, ചെറിയ കടകളൊക്കെ ഉണ്ട്. അഗസ്ത്യാർ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. 22 കിലോമീറ്ററാണ് ഇവിടുന്ന് അഗസ്ത്യാർ കൂടെ ഉള്ളത്. ഓക്കെ, ബസ് വരുന്നുണ്ട്. ബസ് അതുവരെ ഉള്ളു കേട്ടോ, അവിടെ നിർത്തി. നമ്മുടെ ട്രക്കിങ്ങിനുള്ള ആൾക്കാർ എല്ലാം മിലിറ്ററി വേഷമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. പക്ഷേ നമ്മുടെ അല്ല, എല്ലാം പറയുമ്പോൾ അങ്ങനെ വരുന്നത്. ടീ ഫാക്ടറി ഇതാണ്. എന്തായിരുന്നാലും അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇന്നലെ കണ്ടിട്ടുള്ള അപ്പോൾ ഇന്നലെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് തോന്നുന്നത് മിലിറ്ററി വേഷം മിക്കവാറും അവരവിടെ ഉള്ള ഗൈഡാണ്. അതെ, ഇവിടുന്ന് ട്രക്കിങ്ങിനുള്ള ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. കൂടുതലും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മളെ കൂടെ വരാൻ വരുന്ന ആൾക്കാരാണ്. ഹായ്, വരുന്ന നടന്നു വരുന്ന അല്ല അങ്ങോട്ട്. ഓക്കെ പറഞ്ഞോ. ഞാൻ വേണ്ടി പിന്നെ പോന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പോൾ അവിടെ പോയി തിരിച്ചു വന്നു. പോവാ. മറ്റു ചേട്ടനെ കണ്ടില്ലല്ലോ നമ്മള് കോഴിക്കോട്. ഉണ്ട്, നടന്നു പോയാ. ഞാൻ വിചാരിച്ചേ ഈ ബസ് അതാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതുവരെ പോയി തിരിച്ചു വന്നു. നിങ്ങളെ മുഖം മൂടി ഇരിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പോട്ടെ, ശരി. നമ്മൾ ഇടയ്ക്ക് വെച്ച കണ്ട ബസ് തന്നെയാണ്. അതിനകത്ത് ട്രക്കിങ്ങിനുള്ള ആൾക്കാരായിരുന്നു നിറയെ. ഈ വലത് സൈഡിൽ കാണുന്നതാണ് ബോണക്കാട് ടീ ഫാക്ടറി. വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പോയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ വരുമ്പോഴും ഇതുവരെയാണ്, അതായത് ബോണക്കാട് ടീ ഫാക്ടറി വരെ, അല്ലെങ്കിൽ അതിന് തൊട്ട് പുറകിലായിട്ട് ഒരു വാട്ടർഫോൾ, ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതുവരെയൊക്കെ വന്നിട്ട് നമ്മുടെ യാത്ര നിർത്തുകയാണ്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയിട്ട് നിർത്തുകയാണ്. ഞാനും ഇതുവരെയാണ് വന്നിട്ടുള്ളത്, ഇതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിനപ്പുറത്തേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചേട്ടന്മാർ നമ്മുടെ ട്രിപ്പിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൂടെ വരുന്ന ഗൈഡ് ചേട്ടന്മാരാണ് ഇതൊക്കെ. ഇവർ ഇവിടെ നിന്ന് നടന്നാണ് വരുന്നത്. അപ്പോൾ ബസ്സിൽ വരുന്ന ആൾക്കാരായിരുന്നാലും ഈ ബോണക്കാട് ടീ ഫാക്ടറിക്കുള്ള അടുത്തുള്ള ആ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം ഇത്രയും ദൂരം, അതായത് കുറച്ച് ദൂരമുണ്ട്, നടന്ന് ആണ് നമ്മുടെ ഫസ്റ്റ് ക്യാമ്പായിട്ടുള്ള സ്ഥലത്തേക്ക്, ടിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ അകത്തേക്ക് വരുമ്പോഴും അവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീടുകളുണ്ട്, കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാർ, കന്നുകാലികളൊക്കെയാണ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളൊരു ആംബിയൻസാണ് അവിടെ. പിന്നെ ഒരു നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ തുടങ്ങുന്നുണ്ട്. വരുന്നവർ ശ്രദ്ധിക്കുക, ബൈക്കിലാണേലും കാറിലാണേലും ഒരു ഓഫ് റോഡ് പോലത്തെ റോഡാണ്, ടാറല്ല, കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അടിതട്ടുന്ന വണ്ടിയാണെങ്കിൽ അടിതട്ടാനുള്ള ചാൻസ് ഉണ്ട്, കല്ലൊക്കെ ഉയർന്ന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ആളെ റഹീം ഷേയും കൂടെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട കൂട്ടുകാരനെയും കൂടെ കൊണ്ട് നമ്മൾ പോവാണ്. പുള്ളിയുടെ വീട് വെള്ളായണിയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ പിക്കറ്റ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ യാത്രയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കുറേ നാളത്തെ ആഗ്രഹം ഉള്ള യാത്ര ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സജഷൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തേക്കുള്ളത്. ഒരുപക്ഷെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്യാമ്പിൻ്റെ അവിടെ ക്യാൻറ്റീനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും. മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. ഫുഡ് ഐറ്റംസിലായിരുന്നാലും എന്തായിരുന്നാലും പ്ലാസ്റ്റിക് അകത്തേക്ക് കയറ്റി വിടുന്നതിൽ കർശനമായിട്ടുള്ള നടപടികളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ കാണുന്നത് ഇന്ന്, അതായത് എന്നോടൊപ്പം പോകാനുള്ള ആൾക്കാരുടെ വാഹനങ്ങളും ഇന്നലെ മെനങ്ങാന്ന് അകത്തേക്ക് ട്രക്കിങ്ങിന് പോയ ആൾക്കാരുടെ വാഹനങ്ങളുമാണ് നമ്മൾ റോഡ് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഒന്നുകിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, അതായത് ടോപ്പിലേക്ക് കയറുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ അതിരുമലയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും 100 ആൾക്കാരെയാണ് അകത്തേക്ക് കടത്തി വിടുക. നമ്മൾ ഏകദേശം ഫസ്റ്റ് ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനും കുറച്ചപ്പുറത്തായിട്ടുള്ള ഒരു ചെറിയൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇതിനും ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 40 രൂപയാണ്. വളരെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ 2000-ലധികം ഔഷധ സസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതും ഏകദേശം 20 കിലോമീറ്ററോളം നടന്നിട്ട് പോവാല്ലേ. നമ്മൾ ടിക്കറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിൽ തച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളെ ബസ്സിലുള്ള ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ. അതായത് നമ്മളെ ട്രക്കിനുള്ള കൂടുതൽ ആൾക്കാരും വരണേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ക്യാമ്പ് ടിക്കറ്റ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ 8 മണിയായിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പാർക്കിങ്ങിലേക്ക് വേണ്ടേ കുറേ കാറ് കിടപ്പുണ്ട്. ഇത് ഇന്നലെ പോയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ന് വന്നിട്ടുള്ള ആൾക്കാരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. മുകളിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങ് നടന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരമുണ്ട് എന്തായിരുന്നു നടക്കാൻ. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങ് മുകളിലോട്ട് പോട്ടെ. അവിടെ നിന്ന് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ അല്പം ബുദ്ധിമുട്ടും പോയി വരാൻ അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിന് മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ വാങ്ങി വയ്ക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് എല്ലാവരും അതിന് ഒറിജിനൽ ഉണ്ടാവുമല്ലേ? ഉണ്ട്. ഒറിജിനൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. കാര്യം മെഡിക്കൽ ഫിറ്റ്നസ് ഒറിജിനൽ ഇല്ലാതെ ആരെയും കടത്തി വിടുന്നതല്ല. ഫോട്ടോ കോപ്പിയോ മെയിൻ ചെക്ക് കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഒറിജിനൽ തന്നെ വേണം. നമ്മൾ മെഡിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള യാത്രക്കാരോടോ ഗൈഡുമാരോടോ പറയും. അടുത്തൊരു അസിസ്റ്റൻസ് കിട്ടാതെ നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. നമുക്കിന്ന് ഫസ്റ്റ് ഡേ 13 കിലോമീറ്ററാണ് നമുക്ക് ട്രക്ക് ചെയ്യാനുള്ളത്. 13 കിലോമീറ്റർ ആദ്യത്തെ 8 കിലോമീറ്റർ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്പം ടൈറ്റാണ്. പോയിട്ടുള്ളവർക്ക് അറിയാം. അത് കഴിഞ്ഞ് നാളത്തെ ട്രക്കിങ്ങും അതുപോലെ തന്നെയാണ്. നാളെയും അതുപോലെ നാളെ മുകളിലെ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ക്ലൈമറ്റ് ഇല്ല. ടോപ്പിൽ കയറുമ്പോൾ അവിടെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും. കഴിഞ്ഞ 2 ദിവസം എല്ലാം മൂടൽ മഞ്ഞും ഭയങ്കരമായ കാറ്റുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഗൈഡുമാരുണ്ട്, സ്റ്റാഫുണ്ട്, അവർ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളായിട്ട് ട്രെയിൻ എടുത്ത് പോകാൻ നിൽക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുണ്ട്. ഇപ്പോൾ മുകളിൽ ഇന്നും ഇപ്പോൾ ആനയുണ്ട് വഴിയിൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേപ്പാറ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തമിഴ്നാടിൻ്റെ കളക്കാട് പണ്ടത്തുറ ടൈഗർ റിസർവിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിക്കും. അത് അപകടമാണ്. അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെയുള്ള യാത്രക്കാരൊക്കെ അലർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗൈഡുമാരെ അറിയിക്കുക. അവരെ വേണ്ടെന്ന് വെച്ചാൽ നടപടി സ്വീകരിച്ചു പോകും. അല്ലാതെ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുക്കാനും അതിനെ കാണാനെന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടം വരും. ഒരാൾ പോകുമ്പോൾ അതിനെ പറയാൻ പറ്റിയ ആൾക്കാർ വരും. അതുപോലെ തന്നെ ട്രക്ക് പാത്ത് വിട്ട് യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല. ട്രക്ക് പാത്ത് വിട്ട് യാത്ര ചെയ്യുന്നത് കുറ്റകരമാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. ട്രക്ക് പാത്ത് വഴി മാത്രം പോവുക.
അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് പൂർണ്ണമായും ഒഴിവാക്കും. ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും കറക്റ്റ് വരുന്നത്. അത്യാവശ്യം ഡ്രസ്സ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവിക്കുള്ളൂ. ഫുഡ് പാക്ക് ചെയ്ത ഒരു സാധനം പ്ലാസ്റ്റിക് ഉള്ള ഫുഡ് പാക്കറ്റുകൾ ഒന്നും തന്നെ അനുഭവിക്കുന്നത്. അതുപോലെ പെർഫ്യൂം, സോപ്പ്, ഷാമ്പു. നമ്മൾ കുറച്ച് മുന്നേ കേട്ടത് അതിനകത്ത് പാലിക്കേണ്ടതായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. അതിനുശേഷം പേപ്പറൊക്കെ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗ് സെർച്ച് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുക. ഇവിടെയും ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം റെഡി ആയിരിക്കുകയാണ് നമ്മുടെ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റിക്കുകളും വച്ചിട്ടുണ്ട്. നമുക്ക് അത് യാത്രയിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. 20 രൂപയാണ്. നമുക്ക് അതും ക്യാഷ് കൊടുത്ത് നമുക്ക് കൂടെ കൂട്ടാവുന്നതാണ്. അങ്ങനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അതായത് 11-ാം തീയതിയാണ് 2025 ഫെബ്രുവരി 11-ാം തീയതിയാണ് നമ്മൾ, അതായത് ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ ഈ ട്രക്കിങ്ങിന് വേണ്ടി പോകുന്ന കേട്ടോ. ഒരുപാട് ആൾക്കാരെ ഓഫ്ലൈൻ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. 10 പേര് അടങ്ങുന്ന ടീമുകളാകുമ്പോൾ ഓരോ ഗൈഡിൻ്റെ കൂടെ അവർ ടീമായിട്ട് വിടുന്നുണ്ട്. പിന്നീട് അത് സ്പ്ലിറ്റായി പോകും. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവാം. സമയമുണ്ട്. വൈകുന്നേരം നമ്മൾ അതിരുമല ക്യാമ്പിൽ എത്തിയാലും മതി, എത്രയും പെട്ടെന്ന് എത്തിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സാവധാനത്തിൽ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9:45 അല്ലേ? 9:50 നമ്മൾ രാവിലെ 7 മണിക്കാണ് ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിൽ തന്നെ ക്യാൻറ്റീൻ പോലെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അതിൻ്റെ വിവരങ്ങളൊക്കെ കൊടുത്തേക്കാം. അത്യാവശ്യം വെള്ളം വാങ്ങാനും കഴിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ബൈക്ക്, കാറൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് നമുക്ക് തന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് അഫിഡവിറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഓഫ്ലൈനാണ് ബുക്ക് ചെയ്തത്, അതിൻ്റെ പാസ്, ഇതെല്ലാം അവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യണം. അതുപോലെ നമ്മൾ ID കാർഡും വേണം. അത് കൊടുത്തതിന് ശേഷം പിന്നെ ആദ്യം വരുമ്പോൾ തന്നെ ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഇത് വെരിഫൈ ചെയ്യും. അതിൻ്റെ ഓഫീസർ വന്നിട്ട് വെരിഫൈ ചെയ്യും. അതിനുശേഷം നമ്മുടെ ബാഗ് ഫുള്ള് നോക്കും. പ്ലാസ്റ്റിക്കോ സോപ്പ് ഐറ്റംസ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറ്റി വിടത്തില്ല. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു 10 പേര് ഉള്ള ഒരു ടീമായിട്ട് അകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ പേര് ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്ത ആൾക്കാർ ഇനി പുറകെ വരത്തേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്ലാതെ പല ഭാഷകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കാര്യം, അവിടുന്ന് നമുക്ക് ക്യാമറയ്ക്ക് 100 രൂപയാണ് ടിക്കറ്റ്. കാറ് പാർക്ക് ചെയ്യുന്നതിന് 100 രൂപ പാർക്കിംഗ് ചാർജ് വരുന്നുണ്ട്. 40 രൂപ ബൈക്ക് പാർക്കിംഗ് ചാർജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബോണക്കാട് അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങ് വന്നതിന് ശേഷം ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ദൂരം കൂടെ ഇങ്ങ് വരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നടന്ന് വരേണ്ടി വരും. ഇപ്പോൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ റേഞ്ച് കട്ടാവും. ജിയോ, BSNL അതൊക്കെ നമുക്ക് കിട്ടും. ബാക്കിയുള്ള റേഞ്ചൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്തായിരുന്നാലും. അപ്പോൾ നമ്മൾ പുറം ലോകത്ത് യാതൊരു ബന്ധമില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് നീണ്ട 14 കിലോമീറ്ററുകൾ നടന്ന് അതിരുമല ക്യാമ്പ് വരെ പോവുകയാണ്. ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോവാം.